ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ സ്ഥാനം എന്താണ് യേശു ക്രിസ്തുവിൽ എന്നുള്ളത്. നമ്മൾക്കൊരു പുതിയ ജീവിതമാണ് യേശു തന്നിരിക്കുന്നുള്ളതും, യേശു നമ്മളെ അക്സെപ്റ്റ് ചെയ്തതാണെന്നും, യേശുവിൽ നമ്മൾ കംപ്ലീറ്റ് ആണെന്നും അല്ലെ, പരിപൂർണരാണെന്നും ഉള്ളൊരു അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾക്ക് അറിവില്ല എങ്കിൽ നമ്മൾ ഉള്ള കാറ്റിലും കോളിലും എല്ലാം പെട്ടിങ്ങനെ എന്താ പറയുക ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെല്ലാം കേട്ട് അതിനൊക്കെ ചെവി കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളവർ ആയിരിക്കരുത്. നമ്മുടെ പൊസിഷൻ, നമ്മൾ ആരായാലും നമ്മളെ എന്താക്കി തീർത്തു ദൈവം എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പിതാവ് നമ്മളോട് പറയുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. വചനം വായിക്കാനും കർത്താവ് മനസ്സിലാക്കാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. വചനം ബൈബിളിന്റെ രൂപത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് മുദ്രയിട്ടതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളുടെ ടീച്ചർ എന്ന് പിതാവെ അങ്ങേക്കായിട്ട് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് കൊളോഷ്യക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. കൊളോഷ്യന്റെ 2:8 തൊട്ട് 17 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. കൊളോഷ്യന്റെ 2:8 തൊട്ട് 17 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അതും മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലപ്പനായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനത്താൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിന് തന്നെ കൈക്കൊണ്ടല്ലാതെ പരിച്ഛേദനവും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നു ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമത്തിൽ നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമാക്കി കാഴ്ചയാക്കി. അതുകൊണ്ട് പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്ര, ദേഹം എന്നത് ക്രിസ്തുവിനുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ആരും തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാതിരിക്കട്ടെ, വിധിക്കാതിരിക്കട്ടെ. നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എന്ത് കഴിക്കാതിരിക്കുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കാതിരിക്കുന്നു, അതിനെപ്പറ്റി ഏതൊക്കെ പെരുന്നാൾ, വാവും നമ്മൾ ശബ്ബത്ത് നോക്കാതിരിക്കുന്നു, അതിനെപ്പറ്റി ഒന്നും ആർക്കും തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു അവകാശവും ദൈവം കൊടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിൽ അല്ലെ. 10ാമത്തെ വാക്ക് 9ഉം 10ഉം പറയും, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലപ്പനായി അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന്. 9ാമത്തെ വാക്ക് പറയും, അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. യേശുവിൽ അല്ലെ ദൈവത്തിന്റെ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പിതാവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദൈവത്തിന്റെ ഗ്ലോറി എല്ലാം സകലതും ദൈവികമായിട്ടുള്ള സകലതും ഫുൾനെസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യേശു ക്രിസ്തുവിലുണ്ട്. ആ യേശുവിൽ നമ്മൾ പരിപൂർണരാണ്, കംപ്ലീറ്റ് ആണ് എന്നാണ് 10ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആയിരിക്കുന്ന ആൾക്കാരുടെ പഴയ കാലം എന്ന് പറയും ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ വാക്ക്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്നു. അതിക്രമത്തിൽ മരിച്ചവരായിരുന്നു. നമ്മുടെ സ്പിരിറ്റ് മരിച്ച സ്പിരിറ്റ്, കാരണം നമ്മൾ പാപത്തിൽ ആയിരുന്നവരാണ് അല്ലെ. പക്ഷെ അവിടെ നിന്നല്ല നമ്മളെ കൊണ്ടുവന്നിട്ട് എന്താ പറയുന്നത്, അവനിൽ നമ്മൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനത്താൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടൊരു പരിച്ഛേദനവും ലഭിച്ചു. അപ്പൊ പരിച്ഛേദനം എന്ന് പറയുമ്പോൾ നമുക്കൊരു എബ്രഹാമിന് ദൈവം ഒരു അടയാളമായിട്ട് കൊടുത്തതാണ്. എബ്രഹാമിന്റെ റൈച്ചസ്നെസിന്റെ അല്ലെ, ദൈവവുമായിട്ടുള്ള നല്ല നടപ്പിന്റെ ഒരു അടയാളമായിട്ട് എബ്രഹാമിന് കൊടുത്തതാണ് ആ പരിച്ഛേദന. അപ്പൊ ആ ഒരു കുടുംബത്തിലേക്ക് എബ്രഹാം എന്നുള്ള പിതാവിന്റെ മക്കളായിട്ട് നമ്മളെയും കൂടെ ആക്കിയിരിക്കുന്നു. അപ്പൊ അതിന് പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ പറ്റി പറയുവാണ്
പരിശീലനം നമുക്കും കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പരിശോധനമാണ് അല്ലെ. യേശു തന്റെ കൈകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ കൈകൊണ്ട് ചെയ്തിരിക്കുന്ന പരിശോധനമല്ല അല്ലെ. ജൂതന്മാര് അവര് ചെയ്യുന്ന പോലത്തെ പരിശോധനത്തിന്റെ കാര്യത്തെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ ചെയ്തിരിക്കുന്ന ഒരു പരിശോധനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അഴുക്കും എല്ലാം കളഞ്ഞ് പണ്ടുണ്ടായിരുന്ന സകലതും പോയിട്ട് അല്ലെ. നമുക്കറിയാം കൊരിന്ത്യർക്ക് ഇങ്ങനെ എഴുതിക്കുന്നത്, 2 കൊരിന്ത്യർ 5-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതിക്കുന്നത്, പഴയതെല്ലാം പോയി പുതിയത് വന്നു അല്ലെ. പുതിയ ജീവൻ നമ്മളിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ സകലതും കളഞ്ഞിട്ട് അല്ലെ. അവന് 12-ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുക, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പഴയതെല്ലാം പോയി പുതിയതാണ് വന്നിരിക്കുന്നത്. പുതിയ വ്യക്തികളാണ് നമ്മൾ അല്ലെ. യേശുവിലാണ് നമ്മൾ. യേശുവിൽ നമ്മൾ കംപ്ലീറ്റ് ആണ്, നമ്മൾ പരിപൂർണരായിരിക്കുന്നു. യേശു പരിപൂർണനാണ്. അതുപോലെ തന്നെ യേശുവിലായിരിക്കുമ്പോൾ നമ്മൾ പരിപൂർണനായിരിക്കും. നമ്മൾ ഗലാത്യർക്ക് ലേഖനത്തിൽ അറിയാം, യേശുവിലേക്ക് സ്നാനം ഏറ്റിരിക്കുന്ന വ്യക്തികൾ അവനെ ധരിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരു പുതിയ റോമക്കെഴുതിയ ലേഖന 6-ാമത്തെ ചാപ്റ്ററിന്റെ 3-ഉം 4-ഉം വചനത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ മരണത്തിന്റെ പങ്കാളികളെ തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിട്ടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കിട്ടിയിരിക്കുന്ന ജീവന്റെ പുതുക്കമാണ്, ഒരു പുതിയ ജീവിതമാണ്. നമ്മള് സ്പിരിച്വൽ ബീയിങ് ആണ്, നമ്മൾ യേശുവിലാണുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി ആർക്കും ഇനി നിങ്ങള് എന്താ പറയുക ഒന്നും പറയാൻ ഒരു അധികാരമില്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കും നമ്മളെ പറ്റി നീ എന്ത് കഴിക്കുന്നു അല്ലെ, നീ ഭക്ഷണ പാനീയങ്ങൾ എന്ത് കഴിക്കുന്നു എന്ത് കഴിക്കാതിരിക്കുന്നു, അങ്ങനെ പറ്റി നമുക്ക് ഒരു രീതിയിലും ആർക്കും നമ്മളെ പറ്റി നമ്മൾ ജഡ്ജ് ചെയ്യാനോ കുറ്റം പറയാനോ ഒരു എന്താ പറയുക അവകാശമില്ല. നമ്മുടെ പഴയ ജീവിതത്തെ പറ്റി പോലും കുറ്റം പറയാൻ അവകാശമില്ല. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വാക്കോട്ട് നിങ്ങൾ താഴേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മാറ്റി ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായി കാഴ്ചയാക്കി അല്ലെ. നമ്മൾക്കെതിരായിട്ടുണ്ടായിരുന്ന സകല ഡോക്യുമെന്റ്സ്, സകല ലീഗൽ അതോറിറ്റിയും, സൈറ്റന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലീഗൽ അതോറിറ്റി നമ്മൾ പാപം ചെയ്തപ്പോൾ നമ്മൾ വീണുപോയി. അപ്പൊ അതിന്റെ എന്താ പറയാ പാപത്തിന്റെ പിടിയിലായി, മരണത്തിന്റെ പിടിയിലായി എന്നുള്ള ലീഗൽ അതോറിറ്റി, അത് എല്ലാം സകലതും അല്ലെ ലീഗൽ ഡോക്യുമെന്റ് അല്ലെ, അതോറിറ്റി ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ് സകലതും അല്ലെ, നമുക്കെതിരായിട്ട് നിന്ന സകലതും അല്ലെ ദൈവം ക്രോസ് ഓഫ് കാൽവരിയില് അത് എന്താ പറയുക നെയിൽ ചെയ്തു അല്ലെ, ആണി അടിച്ചു. ഇനി അത് നമുക്ക് ബാധകമില്ല, നമ്മളൊരു പുതിയ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ 16-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത് അല്ലെ. അപ്പൊ ഇവിടെ 8-ാമത്തെ വാക്ക് ഒരു പ്രാവശ്യം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടോ ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിലും ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. അപ്പൊ ഓരോ തത്വജ്ഞാനങ്ങൾ പറഞ്ഞു അല്ലെ, ഓരോ വഞ്ചനാകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി നിങ്ങളെ കബളിപ്പിക്കാതിരിക്കട്ടെ. ഇനി 16-ാമത്തെ വാക്ക് പറയാം, നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ അല്ലെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊന്നും എന്താ പറയുന്നത്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനൊന്നും നിങ്ങള് ഇനി പാത്രങ്ങളല്ല, നിങ്ങൾ ഈ ലോകത്തിന്റെ രീതിയിലുള്ള വ്യക്തികളാണ്. നിങ്ങളൊരു പുതിയ ജീവിതമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളൊരു പുതിയ ക്രിയേഷൻ ആണ് അല്ലെ, പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിലാണ്, നിങ്ങൾ യേശുക്രിസ്തുവിൽ കംപ്ലീറ്റ് ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നവരെ അല്ലെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ, നീ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ, നീ ഇങ്ങനെ ഇതല്ല, ഈ രീതിയിലല്ല, യേശുവിലുള്ളവർ ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയാ മറുപടി ഉണ്ടാവുമല്ലേ. എനിക്കറിയാം ഞാൻ ആരാണെന്ന് അല്ലെ, എന്നെ സൃഷ്ടിച്ചവൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റും. ഞാൻ യേശുവിന്റെ വർക്ക്മാൻഷിപ്പാണ്, എന്നിലൊരു വർക്ക് അവൻ തുടങ്ങിയിരിക്കുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യവും അവന്റെ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഉള്ളിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ആക്കിയിരിക്കുന്ന ആള് യേശുവിനെ അറിയാം അല്ലെ, അവസാനം വരെ അല്ലെ. ദൈവത്തിന് അറിയാം, അത് തന്റെ മകന്റെ വരവ്
വരവ് അല്ലെ, ആ വരവിൽ നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിനുള്ള കാര്യം ദൈവത്തിന് അറിയാം അല്ലെ. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ യേശുവിനെ പോലെ ആയി തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസം ഓരോ ഡിഗ്രി ഗ്ലോറി, അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി യാതൊരു വിധത്തിലുള്ള കുറ്റങ്ങൾ പറയാൻ പിശാചിനോ ഈ ലോകത്തുള്ള ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അപ്പൊ പിശാചിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക, അവനെ പബ്ലിക് ആയിട്ട് സ്പെക്ടക്കിൾ ആക്കി തീർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനെ ഒരു കാഴ്ചയാക്കി തീർത്തു അല്ലെ. ക്രോസ് ഓഫ് കാൽവരി യേശു ക്രിസ്തു മരിച്ചപ്പം പിശാച് തീരുമാനിച്ചു അതെല്ലാം തീർന്നത്, അവൻ മെസ്സയ എന്ന് പറഞ്ഞു വന്നവൻ നശിച്ചു പോയി അല്ലെ, ഞാൻ ജയാളിയായെന്ന് പറഞ്ഞെടുത്ത് യേശു എന്താ ചെയ്യുന്ന വെച്ചാൽ സ്വന്തം രക്തം കൊണ്ട് അല്ലെ, തന്റെ മരണം കൊണ്ട് പിശാചിനെ അവന്റെ ടീമിനെയും എന്താ പറയാ വെറും ഒരു പരിഹാസപാത്രമാക്കി തീർക്കുക ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പരിഹാസപാത്രമായി തീർന്നിരിക്കുന്ന അവന് നമ്മളെ കുറ്റപ്പെടുത്താനും മനുഷ്യര് വഴി നമ്മളെ കുറ്റപ്പെടുത്താനും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാ, നിങ്ങൾ ആരെന്നും മനസ്സിലാക്കുക, നിങ്ങൾ എന്നിൽ കംപ്ലീറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് കുറ്റമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക. അതല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലും ആ നിമിഷം നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ അല്ലെ, ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ് അല്ലെ. ദൈവത്തിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ഏത് രീതിയിലും നടക്കാമെന്നല്ല പറഞ്ഞത്, ഏത് രീതിയിലുള്ള പാവത്തിലും നമ്മളായിത്തീരാം എന്നല്ല ദൈവം പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, ദൈവത്തിന്റെ രക്തം കൊണ്ട് എന്താ പറയാ വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തിലുള്ള സ്ഥാനത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. യേശു ഹോളി ആയിട്ടുള്ളതാണ്, പരിശുദ്ധനാണ്. അതുപോലെ പരിശുദ്ധിയിൽ തന്നെ ജീവിക്കാൻ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി ജീവിക്കും അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ മാത്രമേ ദൈവത്തിന്റെ മക്കളായിട്ടുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്താൻ ഒരു രീതിയിലും കുറ്റപ്പെടുത്താനോ താഴ്ത്തിക്കെട്ടാനോ നീ കൊള്ളത്തില്ല, നീ പോരാത്തതാണെന്ന് പറയാൻ യാതൊരു ഒരു വ്യക്തിക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റോമക്കത്തിലേക്ക് 14ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 3 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക. റോമൻസിന്റെ 14ന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കുക, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസൻ വിധിപ്പാൻ നീ ആര് അല്ലെ. അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ, അവൻ നിൽക്കുന്നതാനും അവന് നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തർ താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ തിന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവന് അതിനെപ്പറ്റി കുറ്റം പറയാനോ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമില്ല അല്ലെ. തിന്നാതിരിക്കുന്ന മറ്റുള്ളവനെ തിന്നുന്നവനെ ന്യായം വിധിക്കാനും പോകരുത് അല്ലെ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീയാർ, അവൻ നിൽക്കുകയോ വീഴുകയോ അവൻ നിന്നാലും വീണാലും സ്വന്തം യജമാനൻ അതിന് കാര്യം അല്ലെ. അപ്പൊ നമ്മള് യേശുവിന്റെ എന്താ പറയണ ദാസന്മാരാണെങ്കിൽ നമ്മൾ നിന്നാലും നമ്മൾ വീണാലും അത് ദൈവത്തിന്റെ പ്രശ്നം അല്ലെ. അല്ലാതെ മറ്റുള്ളവര് നോക്ക് അവനെ നോക്ക്, അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവന്റെ പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്, അങ്ങനെയൊന്നും പറയാനുള്ള ഒരു അധികാരവും അവകാശവും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല അല്ലെ. ഇത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ജീവിതമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിനെ കുറ്റം പറയാനോ കുറവ് പറയാനോ, ദൈവത്തിന്റെ മക്കൾ ഒരാളെ പോലും കുറ്റം പറയാനോ കുറവ് പറയാനോ ദൈവം അധികാരവും അവകാശവും വ്യക്തികൾക്ക് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മറ്റുള്ളവർ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കൽ പോലും മനസ്സ് കലങ്ങാൻ പോകരുത് അല്ലെ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള തരത്തിലുള്ളവർ ഇത് പറഞ്ഞു മറ്റു ഓരോ കാര്യങ്ങൾ പറഞ്ഞു ക്രിട്ടിസൈസ് ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യം ഇതാ, നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൊസിഷൻ, എന്നിലുള്ള പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെ. നമുക്കറിയാം എഫേസ്യർക്കെതിലേക്ക് 1ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂമി ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഫൗണ്ടേഷന് മുമ്പേ അല്ലെ, സകലതും ബിഗിനിങ്ങിന് മുമ്പേ തന്നെ ദൈവം നമ്മളെ എന്താ പറയുക, നമ്മളെ കണ്ടതാണ്, നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ മക്കളായി നമ്മൾ തീർന്നത്, ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്തതാണ് അല്ലെ. ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മളുടെ സ്ഥാനം അവനിലാണ്, യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ നടക്കുന്ന വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്, യേശുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞത്.
അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയില് എന്താ പറയാ എല്ലാത്ത സകലത്തിനു മുമ്പേ തന്നെ ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കാണിച്ചു എന്നതിനെ ഓർത്ത് നമ്മൾ ഒരിക്കൽ പോലും അതിനെപ്പറ്റി വറി ചെയ്യാതിരിക്കുക. പിശാച് സകല വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ വഴി കൂടെ വരും. അപ്പം അവനെ നമ്മൾ മനസ്സിലാക്കുക, അവനെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുക അവൻ ഡിഫീറ്റഡ് ആയിട്ടുള്ളവനാണ്, തോറ്റവനാണ്, പിശാച് തോറ്റവനാണ് അല്ലെ. അവന്റെ ആ തോൽവി മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഓരോ തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവൻ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ ഈ കൊളോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 15ാമത്തെ വാക്ക്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും അല്ലെ, വാഴ്ചകളെയും പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അത് നല്ല പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട്, പവേഴ്സ് ഉണ്ട്, മോശപ്പെട്ടതുണ്ട്. വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ മോശപ്പെട്ടതും ഉണ്ട്, നല്ലതും ഉണ്ട് അല്ലെ. യേശുവിന്റെ ദൈവത്തിന്റെ ഒപ്പം നിൽക്കുന്നവരുണ്ട്, മൂന്നിലൊന്നല്ലേ താഴെ പോയുള്ള. അപ്പൊ പിശാചിൻ്റെതായിട്ടുള്ള വാഴ്ചകൾ അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പിശാചിന്റെ ആയിട്ടുള്ള വാഴ്ചകളെയും അധികാരം പ്രിൻസിപ്പാലിറ്റിയും പവേഴ്സിന്റെ ദൈവം എന്താ ചെയ്തു വെച്ചത്, ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അപ്പൊ അവന്റെ ആയുധങ്ങളെല്ലാം വെപ്പിച്ചിട്ട് അവരെ ക്രൂശില് ഒരു പരസ്യമായിട്ടുള്ള വെറുതെ ഒരു കാഴ്ചയാക്കി മാറ്റല്, ഒരു എന്താ പറയാ, അവനെ ഒരു എന്താ പറയുക നാണക്കേടിലേക്ക് അവനെ കൊണ്ടുപോയി. ദൈവം അവനെ തോൽപ്പിച്ചു ക്രോസ് ഓഫ് കാൽവരിയിൽ. അപ്പൊ തന്റെ തോൽവി മറച്ചു വെക്കുന്നതിന് വേണ്ടി നമ്മളെ എപ്പോഴും ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഒരു ഡിഫീറ്റഡ് ആയിട്ടുള്ള, നമ്മളൊരു തോൽവി ആണെന്നുള്ള ഒരു രീതിയിൽ അവൻ നമ്മളെപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കും അല്ലെ. എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞു കേട്ട് ചിലപ്പോൾ അവര് പറഞ്ഞ ശരിയായിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഇടിപ്പിച്ച് കളയും ഓൾ ദ ടൈം. എപ്പോഴും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി. അപ്പൊ അതായത് യേശു പറയുക നമ്മളോട്, നിങ്ങൾ എന്നിൽ കംപ്ലീറ്റ് ആണ്, നിങ്ങൾ എന്നിൽ കംപ്ലീറ്റ് ആണ്. പിശാചി ലോകത്തുള്ള മനുഷ്യരുടെ മൗത്ത് അല്ലെ, വായി കടമെടുത്ത് അതിൽ കൂടെ സംസാരിച്ചാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്നിൽ കംപ്ലീറ്റ് ആണ്, നിങ്ങൾ പരിപൂർണരാണ്, എന്നിലാണ് നിങ്ങൾ വസിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കൊളോസ്യ ലേഖനത്തിലെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്താ പറയാ അവനിൽ ഹിഡൻ ആയിരിക്കും. നിങ്ങൾ മരിച്ചവരായിട്ട് യേശുവിൽ നമ്മൾ ഒളിഞ്ഞിരിക്കുന്നവരായിരിക്കുന്നു അല്ലെ, ഹിഡൻ ആയിരിക്കുന്നു, അവനിലായിരിക്കുന്നു നമ്മൾ. അങ്ങനെയാകുമ്പോ നമ്മള് യേശുവിലും ധരിച്ചിരിക്കുകയും യേശുവിൽ ആയിരിക്കുകയും ചെയ്ത ആൾക്കാർ അല്ലെ. അങ്ങനെയുള്ളവർ പിന്നെ നമ്മൾ എന്തിനാണ് ഇനി അധികം വിഷമിക്കുന്ന ലോകത്തുള്ള ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ചർച്ചയുള്ള ആൾക്കാർ നമ്മള് കിടനയക്കുമ്പോ മറഞ്ഞിരിക്കുന്നു അല്ല, അവന് നമ്മള് ഒളിഞ്ഞിരിക്കുന്നല്ല, മറഞ്ഞിരിക്കുന്നു, യേശുവിൽ നമ്മൾ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയാകുമ്പോ നമ്മൾ എന്തിനാണ് മറ്റുള്ളവര് നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നതിനെ പറ്റി നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 2ാമത്തെ ചാപ്റ്ററിന്റെ കൊളോസ്യരുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പില്ല. അപ്പൊ അവനിൽ വേരൂന്നിയവരായിരിക്കട്ടെ അല്ലെ, അവനിൽ റൂട്ടഡ് ആയിരിക്കട്ടെ, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നവരായിരിക്കട്ടെ, ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടെ അല്ലെ, അവനിൽ മറിഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ അല്ലെ, യേശുവിലായിരിക്കട്ടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അല്ലെ. നമ്മൾ യേശുവിൽ റൂട്ടഡ് ആണ്, നമ്മൾ വേരൂന്നിയവരായിരിക്കുമ്പോ, ആത്മീയമായിട്ട് വർധന പ്രാപിച്ചവരിക്കുന്നവരായിരിക്കുമ്പോ അല്ലെ, എന്താ പറയുക, യേശുവിൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കുമ്പോ, സ്തോത്രത്തോടുകൂടി നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രത്തോടുകൂടി നന്ദിയുള്ള ഹൃദയമായിട്ട് നിറഞ്ഞു കവിഞ്ഞു ഇരിക്കുന്ന ആൾക്കാരായിരിക്കുമ്പോ എന്തൊക്കെയാണ് ഈ പിശാച് എന്തൊക്കെ പറഞ്ഞുകൊണ്ടും ലോകത്തുള്ള മനുഷ്യരെ വഴി പിശാച് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങാൻ പോകത്തില്ല, നമ്മള് ക്ഷയിക്കാനും പോകത്തില്ല. അതിനെപ്പറ്റി ദൈവം നമ്മൾ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വേരുറച്ച വ്യക്തികളായിരിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തതെന്ന് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ക്രോസ് ഓഫ് കാൽവരിയില് നിങ്ങളെ ഞാൻ ജയാളികളാക്കിയിരിക്കുകയാണ് അല്ലെ. പിശാചിനെ ഞാൻ ഒന്നുമല്ലാതാക്കി, അവന്റെ ആയുധ വർഗത്തെ താഴ്ത്തി വെപ്പിച്ചു അല്ലെ, അവനെ ഞാൻ പരസ്യമായിട്ട് നാണം കെടുത്തിയവനാക്കി. ഇനി അവന്റെ ദിവസം
ദിവസം വരുന്നു. അവൻ എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന ദിവസം വരുന്നു അല്ലെ. അപ്പൊ അതും നമ്മൾ അവനെ ഒന്ന് ഓർപ്പിച്ചപ്പോൾ നമ്മളെ ഇങ്ങോട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോ നമ്മളെ അങ്ങോട്ട് നമ്മളങ്ങോട്ടൊന്ന് ഓർപ്പിച്ചപ്പോൾ തന്നെ ദൈവം പറഞ്ഞേക്കുന്നത് മനസ്സിലാക്കുക. നമ്മൾ ആരെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. മറ്റുള്ളവര് ലോകത്തുള്ള മനുഷ്യർ നമ്മളെ പറ്റി എന്ത് പറയുന്നു അല്ലെ, നമ്മളെ കളിയാക്കുന്നു, കൊള്ളരുതാത്തതെന്ന് പറയുന്നു അല്ലെ, അങ്ങനെ സകല വിധത്തിലുള്ള കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന നന്ദി പറയുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ് ജീസസ് മാസ്റ്റർ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. പ്രൈസ് യുവർ ഹോളി നെയിം. എല്ലാ നന്മയും എല്ലാ മഹത്വവും കർത്താവേ, എല്ലാ പുകഴ്ചയും അങ്ങയുടെ നാമത്തിന് തന്നെ വരട്ടെ കർത്താവേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരോട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന കേട്ട ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ.